السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ആദരവ് നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മഹത്തായ ഒത്തുകൂടലാണ് നാം ഏവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഈ ഒരുക്കത്തെയും സംഘാടനത്തെയും സമയം ചിലവഴിക്കുന്നതുമെല്ലാം നാളെ സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി, സുഹൃതമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് ചില ചുരുങ്ങിയ കാര്യങ്ങളെ ഒരു ഓർമ്മ പുതുക്കലാണ് യഥാർത്ഥത്തിൽ ഈ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും റമളാൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ എന്തായിരിക്കും ഇവിടെ നിന്ന് കേൾക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കിയ അത് ഓർമ്മയുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. എങ്കിലും വിശ്വാസികൾക്ക് കൂടുതൽ ആവർത്തനങ്ങൾ ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ അവരെ ഈമാനിനെ പുതുക്കാനും അറിവിനെ വർദ്ധിപ്പിക്കുവാനുമുള്ള ഒരവസരമായി കൊണ്ട് ഇതിനെ കാണണമെന്നാണ് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. വഴിയരികിൽ മനോഹരമായ ഒരു തോട്ടം, ഒരുപാട് വൃക്ഷങ്ങളും ഫലങ്ങളും കായ്ച്ചു നിൽക്കുന്നത്, ആ തോട്ടത്തിൻ്റെ മുന്നിലൂടെ പോകുന്ന മനുഷ്യരുടെ കാഴ്ചയിൽപ്പെട്ടാൽ പലരും പല രൂപത്തിലാണ് ആ തോട്ടത്തെ നോക്കിക്കാണാറുള്ളത്. ഒരു മരക്കച്ചവടക്കാരൻ അതിൻ്റെ അരികിലൂടെ പോകുമ്പോൾ ആ തോട്ടത്തിലെ പഴങ്ങളെക്കുറിച്ചോ ആ തോട്ടത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചോ ഒരിക്കലും ആലോചിക്കാറില്ല. മരക്കച്ചവടക്കാരന് ആ തോട്ടത്തിലെ മരങ്ങളാണ് മനസ്സിലുള്ളത്. എന്നാൽ പഴക്കച്ചവടക്കാരൻ നേരെ വിപരീതമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മരത്തെക്കുറിച്ച് ചിന്തിക്കാതെ അതിൻ്റെ ഫലങ്ങളും പഴങ്ങളും എന്താണ് എന്ന് ആലോചിക്കുന്നവരാണ്. ഇനി ഒരു പറമ്പ് കച്ചവടക്കാരനാണ് പോകുന്നതെങ്കിൽ ആൾക്ക് മരമോ പഴമോ പ്രശ്നമല്ല, ആൾക്കതിൻ്റെ ഭൂമിയാണ് വലുത്. അതിന് വഴിയുണ്ടോ, ഇത് മുറിച്ച് വിറ്റാൽ എത്ര രൂപ കിട്ടും,
വിശദീകരിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമളാൻ ഈ അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ പലർക്കും പല ചിന്തയാണ് റമളാൻ മുന്നിൽ വരുമ്പോൾ ഉള്ളത്. ചിലർക്ക് വളരെ ഞെരുക്കമുള്ള പ്രയാസമുള്ള ദിവസങ്ങളായി അനുഭവപ്പെടും. ചില ആളുകൾക്ക് ഏറെ സന്തോഷമാണ് റമളാനിൻ്റെ വരവ്. ഇഷ്ടപ്പെട്ടൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കുടുംബക്കാരൻ, പ്രിയപ്പെട്ടവൻ വീട്ടിലേക്ക് വരുമ്പോൾ എത്രമാത്രം അവൻ സന്തോഷിക്കുമോ അതിനേക്കാളേറെ ജീവിതത്തിൽ റമളാൻ കിട്ടുക എന്നത് അതിയായി ആഗ്രഹിക്കുന്നവരുണ്ട്. ചില ആളുകൾ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കാൻ. രണ്ട് ടീമുകളാണ്. അഥവാ ദിവസങ്ങൾ എണ്ണി ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കുന്നവരും ഇനി ഇത്ര ദിവസമകലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇവിടെയാണ് ഒരു ചരിത്രവും അതിൻ്റെ ചില പാഠങ്ങളും മാത്രമാണ് ഈ സദസ്സിൻ്റെ മുന്നിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലേറെ ക്രൂരതകൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്ന ഒരു നീചനായ കൊടിയ ക്രൂരതകൾ ചെയ്ത ഒരു വ്യക്തി. സഖീഫ് ഗോത്രത്തിലെ രക്തക്കുടിയൻ എന്നാണ് സ്വഹാബികളിൽ പലരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് വരെ കാരണക്കാരനായ വ്യക്തി അദ്ദേഹമാണ്. ഈ കൊടിയ ക്രൂരതകൾ ചെയ്ത് സർവ്വ സൈന്യാധിപനായി അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു ദിവസം അദ്ദേഹം ഒരു യാത്ര പോവുകയാണ്. ആ യാത്രാമധ്യേ തൻ്റെ അനുയായികളോട്, പ്രജകളോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യണം. സർവ്വ സൈന്യാധിപനായ ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായ, പരിവാരങ്ങളും പ്രജകളും ഏറെയുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഭക്ഷണമെന്ന് പറഞ്ഞാൽ സാധാരണ ഭക്ഷണമല്ല, റോയൽ ഫുഡാണ്. ഖുബുസുണ്ട്, അതുപോലെ തന്നെ മാംസമുണ്ട്, ഒലീവുണ്ട്, തുടങ്ങി വളരെ സമൃദ്ധമായ ഒരു ഭക്ഷണം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടു. ഈ കൊടിയ ക്രൂരനായ ഈ വ്യക്തിക്ക് പോലും തൻ്റെ ജീവിതത്തിൽ ചില നല്ല സ്വഭാവങ്ങൾ അറബികളെന്ന നിലക്കവർ നിലനിർത്തി പോന്നിരുന്നു. അതിൽ പെട്ടതാണ് ഇദ്ദേഹം ഒറ്റക്ക് ഭക്ഷണം കഴിക്കാറില്ല. ആരെയെങ്കിലും കൂടെ കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ തൻ്റെ അനുയായികളോട്, എനിക്ക് വേണ്ടി നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെയിരിക്കാൻ ഈ വിരുന്നിൽ മറ്റൊരാളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അനുയായികൾ അവർ പലരും ഇങ്ങനെ ചർച്ച ചെയ്തു, ആരിയിരിക്കും, പുറത്തു പോയി നോക്കാം എന്ന് വിചാരിച്ച് അവസാനം അന്ന് അവിടെ കണ്ടുകിട്ടിയത് ഒരു ഗ്രാമീണനായ അറാബിയായ ഒരു മനുഷ്യനെയാണ്. അറാബികളെന്ന് പറഞ്ഞാൽ പൊതുവെ ഭക്ഷണത്തോടും സ്വന്തം കാര്യത്തോടും വല്ലാത്ത താല്പര്യമുള്ള ആളുകളാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ മൂത്രമൊഴിച്ചത് അറാബിയാണ്, അല്ലേ? സ്വഹാബത്ത് വിരട്ടി പേടിപ്പിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് പള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് മാന്യമായി റസൂലുള്ളാഹി തിരുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറാബി ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, അല്ലാഹുവേ എനിക്ക് നീ കാരുണ്യം നൽകണേ, ഈ മുഹമ്മദിനും കാരുണ്യം കൊടുക്കണേ, മറ്റൊരാൾക്കും കൊടുക്കരുതേ എന്നാണ്. അതാരാ മറ്റാൾക്കാർ? ആ മൂത്രമൊഴിക്കുന്ന സമയത്ത് പേടിപ്പിച്ചിരുന്ന ആൾക്കാരാണ്, അതോ സ്വഹാബത്താണ്. ഇതാണ് അറാബികൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മറ്റൊരു അറാബി വരുന്നുണ്ട്. അത് അറാബി അവരുടെ പൊതുവെയുള്ളൊരു പ്രകൃതം പറയാൻ വേണ്ടി പറയാണ്. മറ്റൊരാൾ പറയും, റസൂലേ എനിക്ക് വല്ല കർമ്മവും ഉപകാരപ്പെടുന്നത് പറഞ്ഞു തരുമോ എന്നാണ്. റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം ഇങ്ങനെ വിരലിൽ എണ്ണിയിട്ട് ഇങ്ങനെ പോകുകയാണ്. ആ പോകുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതെല്ലാം അള്ളാഹിനെ കുറിച്ചാണ്, മൂപ്പർക്കൊന്നുമില്ല. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ചോദിക്കുക, നബിയെ ഇതിപ്പോൾ 4 അള്ളാഹുകളല്ലേ, ഇത് എനിക്കെന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി പറഞ്ഞു കൊടുത്തു, എങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ ഇർഹംനി അല്ലാഹുമ്മ ഇർസുഖ്നി എന്നതിൻ്റെ കൂടെ തേടിക്കോളൂ എന്നാണ്. ഇതാണ് അറാബികളുടെ സ്വഭാവം.
അപ്പോൾ ഈ ഒരു ഭക്ഷണം കണ്ടാൽ സ്വാഭാവികമായും രാജകീയമായ ഗംഭീരമായൊരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഈ അറാബി ഇതിൽ ചാടി വീഴുമെന്ന് വിചാരിച്ച് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു, താങ്കൾക്ക് വരാം, എൻ്റെ കൂടെ ഇരുന്ന് താങ്കൾക്ക് ഭക്ഷണം കഴിക്കാം. ആ അറാബി അതിന് പറഞ്ഞ മറുപടി, നിങ്ങളെക്കാൾ ഉത്തമനായ ഒരാൾ എന്നെ നല്ലൊരു സദ്യയിലേക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഹജ്ജാജ് ചോദിച്ചു, എന്നേക്കാൾ ഉത്തമനായ ആദരണീയനായ വ്യക്തി വേറെ ആരാണ്? അറാബി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ദഅാനി ഇല സിയാം, ആ റബ്ബ് എന്നെ നോമ്പിലേക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് നോമ്പുകാരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ കടുത്ത ചൂടിൽ മണല് കത്തിയെരിയുന്ന ഈ സമയത്ത് താങ്കൾ എന്തിനാണ് നോമ്പെടുത്തിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, സുംതു ലിയൗമിൻ അശദ്ദു മിൻഹു ഹുർറ, ഇതിനേക്കാൾ ചൂടേറിയ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വരാനുണ്ട്, ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ദിവസത്തിൽ നോമ്പെടുത്തിരിക്കുന്നത് എന്നാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന് ആ മറുപടി കേട്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയണമെങ്കിൽ, അറാബി നോക്കൂ, താങ്കൾക്ക് ജീവിതത്തിൽ ഇന്നേ വരെ കണി കാണാൻ കഴിയാത്ത രാജകീയമായ ഭക്ഷണമാണ് ഇവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇന്നത്തെ നോമ്പ് മുറിച്ച് താങ്കൾ നാളെ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ അറാബി ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവയളുമനിൽ അമീറു അൻ അഈശ ഇലൽ ഗദ്, ഞാൻ നാളെ ജീവിക്കുമെന്നതിന് വല്ല ഉറപ്പും താങ്കൾക്ക് നൽകാൻ കഴിയുമോ? എങ്കിൽ ഞാൻ ഇന്നത്തെ നോമ്പ് മുറിച്ച് നാളെ നോമ്പെടുക്കാം. ഹജ്ജാജ് പറഞ്ഞു, ഇല്ല, എനിക്ക് ഉറപ്പ് നൽകാൻ സാധ്യമല്ല. അറാബി നോക്ക്, നല്ല മാംസമാണ്, ആടിൻ്റെ കുറുകുണ്ട്, ലഹ്മുണ്ട്, അതേപോലെ തന്നെ ഹുബുസും അതുപോലെ തന്നെ ഒലീവുമുള്ള നല്ല ഭക്ഷണമാണ്, കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അറാബി അവസാനം പറഞ്ഞു, എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഇതിനേക്കാൾ എത്രയോ വിഭവ സമൃദ്ധമായ ഭക്ഷണമുണ്ട്, എന്നിട്ടാണോ താങ്കളുടെ ഒട്ടിയ റൊട്ടിയും ഈ മാംസവും കാണിച്ച് നിങ്ങൾ എന്നെ നോമ്പ് മുറിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഹജ്ജാജ് ഇബ്നു യൂസുഫ് അവസാനം പറഞ്ഞു, വല്ലാഹി, ഇങ്ങനത്തൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഫോക്കസിലൂടെ ആ അറാബി പറഞ്ഞ 3 കാര്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തത്, ഇന്നത്തത് ഇന്നേ ഉള്ളൂ, അത് നാളെ കിട്ടൂല. അതുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന റമദാൻ ഒരുപക്ഷെ നമ്മിലെ അത് പ്രതീക്ഷിച്ച് നമ്മെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് മുൻഗാമികൾ റമദാൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. എപ്പോ? ഷാബാൻ വന്നിട്ടല്ല. കാന സലഫു യദ്ഊന അല്ലാഹ അയ്യുബല്ലിഅഹും റമദാൻ ഫഇദാ ബലഅഹും ഇയ്യാഹു ദഅവുല്ലാഹ അയ്യതഖബ്ബലഹു മിൻഹു. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. എങ്ങനെ? പ്രാർത്ഥിച്ചുകൊണ്ട്. അതിൻ്റെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിനോട് സ്വീകരിക്കപ്പെടാനുള്ള പ്രാർത്ഥന അവർ നടത്തിയിരുന്നു എന്നാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പടിവാതിക്കൽ ഒരു വിളിപ്പാടകലെ നമ്മിലേക്ക് നിഴലിട്ട് നിൽക്കുന്ന ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മൾ നടത്തണം. അതാണ് അറാബി പറഞ്ഞു, ഇന്നത്തൊന്നേ കിട്ടുള്ളൂ. ചിലപ്പോൾ ഈ വർഷം കിട്ടിയേക്കാം, ഒരുപക്ഷെ അടുത്ത വർഷത്തിൽ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മരണത്തിൻ്റെ ആ വിളി വരുമ്പോൾ എപ്പോഴും തിരിച്ചു പോകാനുള്ളവരാണ് നമ്മൾ എന്ന വിചാരത്തോടുകൂടി ഈ റമദാനിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, തേടാൻ നമുക്ക് സാധിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ, ഇബ്നു ജൗസി റഹിമഹുല്ല പറഞ്ഞൊരു വാചകമുണ്ട്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, അല്ലാഹു തന്നെയാണ് സത്യം, ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരോട് നിങ്ങൾ ചോദിക്കുകയാണ്, തമന്നൗ ലതമന്നൗ, നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവരാഗ്രഹിച്ചു പോകുന്നത് ലതമന്നൗ യൗമൻ മിൻ റമളാൻ, പരിശുദ്ധ റമളാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യർ ആഗ്രഹിച്ചു പോകുമെന്നാണ്. പ്രിയപ്പെട്ടവർ, ആലോചിച്ച് നോക്കി, നമ്മളിവിടെ എന്ത് നഷ്ടപ്പെടുത്തിയാലും
എന്ത് വില കുറച്ച് കണ്ടാലും ഇതിൻ്റെ എല്ലാം വില നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ മരണത്തോടു കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യർ എന്താണ് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക? സ്വഹാബത്ത് പറയും, ഞങ്ങൾക്കറിയില്ല. അല്ലാഹു വറസൂലുഹു അഅലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, റക്അത്താനി, ഒരു 2 റക്അത്ത് നമസ്കാരമാണെന്ന്. ഒരു 2 റക്അത്ത് നമസ്കാരം ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് കൊതിയാണ്, ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്തയാണ്. പക്ഷെ സമയമില്ല. അതുകൊണ്ട് അവസരം ഈ ദുനിയാവാണ്. ഈ ദുനിയാവിൻ്റെ അവസാനം മരണമാണ്. പരലോക ജീവിതത്തിൻ്റെ ആരംഭം ഖബറാണ്. അതോ അറ്റമില്ലാത്തതാണ്, അവസാനിക്കാത്തതാണ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സുകളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരലോകത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാനും വരുന്ന റമളാനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കും. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രയോഗങ്ങൾ ചിലത് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന് ഫസ്ഔ എന്നാണ്, രണ്ടാമത്തത് സാരിഉ എന്നാണ്, മൂന്നാമത്തത് സാബിഖു, നാലാമത്തത് ഫഫിറു, അഞ്ചാമത്തത് ഫൽയതനാഫസിൽ മുത്തനാഫിസൂൻ. പലർക്കും ഇതിൻ്റെ അർത്ഥം അറിയുന്നുണ്ടാവും. ഫസ്ഔ എന്ന് പറഞ്ഞാൽ ധൃതി കൂട്ടാനാണ്, സാബിഖു എന്ന് പറഞ്ഞാൽ മുൻകടക്കാനാണ്, സാരിഉ എന്ന് പറഞ്ഞാൽ വേഗത്തിലാകാനാണ്, ഫഫിറു എന്ന് പറഞ്ഞാൽ ഓടാനാണ്, ഫൽയതനാഫസിൽ മുത്തനാഫിസൂൻ എന്ന് പറഞ്ഞാൽ മത്സരിക്കാനാണ്. ഈ 5 പ്രയോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയത് എന്തിന് എന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിന് വേണ്ടിയാണ്, അല്ലാഹുവിലേക്കുള്ളതാണ്, മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്കുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് വേണ്ടി നമ്മോട് പറഞ്ഞത് ഫംഷു എന്നാണ്. എന്താ ഫംഷു എന്ന് പറഞ്ഞാൽ? നടക്കാൻ. ഇവിടെ ഓടാൻ, മത്സരിക്കാൻ, ധൃതി കൂട്ടാൻ, മുൻകടക്കാൻ, വേഗത്തിലാകാൻ വേണ്ടി പറഞ്ഞെങ്കിൽ ദുനിയാവിന് വേണ്ടി ഫംഷു, നിങ്ങൾ നടന്നോളൂ. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചോക്കെ, നമ്മൾ എന്തിനു വേണ്ടി ഓടുന്നു, എന്തിനു വേണ്ടി നടക്കുന്നു? നേരെ തിരിച്ചാണ് അല്ലേ? നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ദുനിയാവിന് വേണ്ടി ഓടുകയും മത്സരിക്കുകയും കീഴടക്കുകയും വെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പരലോകത്തിന് വേണ്ടി നമ്മൾ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ തിരിച്ച നമ്മോട് പറഞ്ഞത്, പരലോകത്തിന് വേണ്ടി നിങ്ങൾ മത്സരിച്ച് ധൃതി കാണിച്ച് മുന്നേറി മറ്റുള്ളവരെ പരാജയപ്പെടുത്തുമാറ് അല്ലാഹുവിൻ്റെ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രയോഗം നമ്മളെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം. അതിനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ, പ്രാർത്ഥനയോടുകൂടി അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബലിയി എന്ന് പറയുന്ന ഗോത്രം, ആ ഒരു പ്രദേശം, അവിടെ നിന്ന് വന്ന് ഇസ്ലാം സ്വീകരിച്ച 2 ആളുകളുടെ ചരിത്രം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവമാണ്. 2 ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിക്കാൻ. അതിലൊരാൾ ശക്തമായി അധ്വാനിക്കുന്ന, പണിയെടുക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന വ്യക്തിയാണ്. മറ്റേ വ്യക്തിയാകട്ടെ സാധാരണ കർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് നിർബന്ധമാക്കപ്പെട്ട മറ്റുള്ള ആ നിർബന്ധ കർമ്മങ്ങളൊക്കെ മാത്രം ചെയ്തു പോകുന്നൊരു മനുഷ്യനും. ഈ 2 പേരിൽ ഒന്നാമത്തെ വ്യക്തി അഥവാ കഠിനമായി ജിഹാദ് ചെയ്യുന്ന, കഠിനമായി അധ്വാനിക്കുന്ന, കഠിനമായി മത്സരിക്കുന്ന ആ മനുഷ്യൻ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി. ഷഹീദ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം, എന്താ ഷഹീദിൻ്റെ പ്രത്യേകത? ഷഹീദിന് നാളെ സ്വർഗത്തിൽ ധരിപ്പിക്കപ്പെടുന്ന, പരലോകത്ത് ധരിപ്പിക്കപ്പെടുന്ന ഒരു തലപ്പാവുണ്ട്. ആ തലപ്പാവിൽ പതിച്ചിട്ടുള്ള ഒരു മുത്ത്, തലപ്പാവല്ലേ, ആ തലപ്പാവിൽ പതിച്ചിട്ടുള്ള ഒരു മുത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും വിലപ്പെട്ടതാണ് എന്നാണ്. അതാണ് ഒരു തലപ്പാവിൽ ധരിച്ച, അല്ലെങ്കിൽ തലപ്പാവിൽ ചേർത്തു വെച്ച ഒരു മുത്തിൻ്റെ പ്രത്യേകത പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാണ് ഷഹീദിൻ്റെ പ്രത്യേകത. ധാരാളമുണ്ട്. ഇങ്ങനെ ഒരാൾ ഷഹീദായി. 2ാമത്തെ വ്യക്തി 1 വർഷം കൂടി ജീവിച്ച് സ്വന്തം വീട്ടിൽ കിടന്ന് സാധാരണ മരണം വരിച്ചു. ത്വൽഹ റളിയല്ലാഹു അൻഹു 2 പേരെയും സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ കാണുന്ന സ്വപ്നത്തിൽ, മനാമിൽ. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് അത്ഭുതം തോന്നി. എന്താണിത്?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് അദ്ദേഹം ആ സ്വപ്നം വിശദീകരിക്കാൻ വേണ്ടി വരിക. അദ്ദേഹം കണ്ടത് എന്താ അറിയോ? ഈ ഷഹീദിന്റെ മുന്നേ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത് ഈ സാധാരണ മരണം വരിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് അത്ഭുതം, എന്താ ഈ ഷഹീദ് പോകാതെ ആദ്യം ഈ വ്യക്തി പോയത്? പ്രവാചകന്റെ മുന്നിൽ വന്ന് അദ്ദേഹം ആ കാര്യം അവതരിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? എന്തിനത്ര അത്ഭുതം? അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന. ത്വൽഹ, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം കൂടി ജീവിക്കാൻ അവസരം കൊടുത്തില്ലേ? ബല, ശരിയാണ് നബിയെ. വ അദ്റക റമളാന ഫസ്വാമ, ആ ഒരു വർഷം ജീവിക്കുമ്പോൾ അതിൽ റമളാൻ വരില്ലേ? അവൻ നോമ്പെടുക്കില്ലേ? ഫസല്ല കദാ വകദാ മിൻ സജദത്തിൻ ഫീ സന, ആ വർഷത്തിൽ അവൻ നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സുജൂദ് ചെയ്യുകയും മറ്റെല്ലാ കർമ്മങ്ങളും ചെയ്യില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നാണ് മറുപടി. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമാ ബൈനഹുമാ, അതാണ് അത്ഭുതം, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന സമാഇ വൽ അർദ്, ഈ രണ്ട് വ്യക്തികളും തമ്മിൽ ആകാശഭൂമികളുടെ അന്തരമുണ്ടായിരിക്കുമെന്നാണ്. ഒരു ഷഹീദും റമളാൻ കിട്ടിയവനും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് ആകാശഭൂമികളുടെ വ്യത്യാസമുണ്ട് എന്ന് പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് പൂർവികർ ഈ റമളാനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചത്, അവർ പ്രാർത്ഥിച്ചത്, അവർ മത്സരിച്ചത്. ത്വൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ റമളാനിൽ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം, ഒരു സ്വതക്ക ചെയ്യണം എന്ന് വിചാരിച്ച ആളാണ്. അദ്ദേഹം സ്വതക്ക കൊടുത്ത് അവസാനം ഒരു ദിവസം റമളാൻ നോക്കുമ്പോൾ വീട്ടിലൊന്നുമില്ല. നമ്മൾ പരാതി ഉണ്ടാവും അല്ലേ, റമളാനാണ്, ഇനി കുറേ ഫണ്ട് ഉണ്ട് അല്ലേ, കുറേ പിരിവ് വരാനുണ്ട് എന്ന പരാതി നമ്മൾ പറയും. പള്ളിയിൽ ചെന്നാൽ അവിടെ പിരിവ്, നോമ്പ് തുറക്കൊരു സദസ്സ് പോയി അവിടെ പിരിവ് അല്ലേ, എന്നാൽ സ്വസ്ഥമായി ഒന്ന് ഓഫീസിലിരിക്കാന്ന് വിചാരിച്ചാൽ അവിടെയും പിരിവ്. ത്വൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ ദിവസവും പിരിവ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവസാനം വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പിരിവിന് കൊടുക്കാൻ ഒന്നും വീട്ടിലില്ല. അപ്പോൾ ഭക്ഷണം ശേഖരിച്ച് വെച്ച ഭാഗത്ത് നോക്കിയപ്പോൾ ഒരു ഉള്ളി കിട്ടി, ഉള്ളി. ആ ഉള്ളി അദ്ദേഹം അരയിൽ തിരികിയിട്ട് അദ്ദേഹം പള്ളിയിൽ പോയി. നമസ്കാരം കഴിഞ്ഞ് അങ്ങാടിക്ക് ഇറങ്ങി. ഈ ഉള്ളി പൊക്കിപ്പിടിച്ചിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ഉള്ളി ആവശ്യമുള്ള ആരെങ്കിലും ഈ അങ്ങാടിയിലുണ്ടോ? എങ്ങനെ? ഈ ഉള്ളി ആവശ്യമുള്ള ആരെങ്കിലും ഈ അങ്ങാടിയിലുണ്ടോ? കാരണം എന്തേ? ഈ ഉള്ളി കൊടുത്തെങ്കിലും പരിശുദ്ധ റമളാന്റെ ഒരു ദിവസത്തിൽ ഒരു നന്മ എനിക്ക് ചെയ്യണം എന്ന് ചിന്തിച്ചവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമളാനെ ആ അർത്ഥത്തിൽ നമുക്ക് നോക്കിക്കാണാനും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താ റമളാൻ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എമ്പാടും അനുഗ്രഹങ്ങൾ തൻ്റെ അടിമകൾക്ക് എമ്പാടും ഇറക്കി നൽകുന്നൊരു മാസം. ഹദീസുകൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരകത്തിൻ്റെ 7 കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുന്നു, മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിനെ ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെടുന്നു. നന്മ കാംക്ഷിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് കടന്നു വരിക, തിന്മ ആഗ്രഹിക്കുന്നവരെ കുറക്കുക. ഇതാ വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് തൻ്റെ അടിമകളെ ധാരാളം മോചിപ്പിക്കുന്ന മാസമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു. ഇതറിയാത്തവരാണോ നമ്മൾ? അല്ല. ഇത് കേൾക്കാത്തവരാണോ നമ്മൾ? ഒരിക്കലും അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആറാബി പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസത്തെ കർമ്മം ഇന്നു മാത്രമേ ഉള്ളൂ എന്ന് റമളാൻ വരുമ്പോൾ നമുക്ക് ചിന്തിക്കണം. ഓരോ ദിവസവും നമുക്ക് സാക്ഷികളാണ്, നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളും നമുക്ക് സാക്ഷിയാൻ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ വിലയോടുകൂടി കാണാൻ, മഹത്വത്തോടുകൂടി കാണാൻ, എല്ലാ വർഷവും വരുന്നത് പോലെ ഇനി വരുന്നു എന്നതിനപ്പുറത്ത് അതിന് മാനസികമായി ഒന്ന് തയ്യാറെടുക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ സന്നദ്ധമാകണം എന്നാണ് ഉറപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ കാര്യം അറാബി പറഞ്ഞത്, ഇതിനേക്കാൾ ചൂടേറിയൊരു ദിവസം വരാണ്ടെന്നാണ് അല്ലേ. ഇതിനേക്കാൾ ചൂടേറിയൊരു ദിവസം വരാനുണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. നരകമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറക്കം കെടുത്തുന്ന കാര്യം. മുൻഗാമികൾ നിങ്ങൾ ആലോചിക്കേ, ചുട്ടുപൊള്ളുന്ന വെയിലിൽ അവർ നോമ്പെടുത്തത്. സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, വീപ്പയിൽ വെള്ളമാക്കിയിട്ട് അവർ ആ വെള്ളത്തിൽ ഇറങ്ങി നിന്നിരുന്നു റമളാൻ കാലഘട്ടത്തിൽ നിന്നാണ്. കാരണം അത്രയും, ഇപ്പൊ റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ കൊടും ചൂടാൻ, കരിച്ചു കളയുന്നത് എന്നാണ്. വീപ്പയിൽ വെള്ളമാക്കിയിട്ട് അതിൽ ഇറങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവർ ചൂട് അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ
ഈ ദുനിയാവിൻ്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുണ്ട് എന്ന് പറഞ്ഞ നരകമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി നമ്മൾ കാണേണ്ടത്. ഒരു നോമ്പെടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്നത്. ആ നരകത്തിനും നമുക്കും ഇടയിൽ അള്ളാഹു ഒരു കിടങ്ങ് പണിയാൻ ഒരു നോമ്പിലൂടെ. ആ കിടങ്ങിൻ്റെ പ്രത്യേകത കമാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ പ്രവിശാലതയുണ്ടാകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ചേർത്തു പറഞ്ഞ കാര്യമാണ് നോമ്പ്. ഞാനതിന് പ്രതിഫലം കൊടുക്കുന്നു പറഞ്ഞു. രഹസ്യമായ ഇബാദത്താണ് അല്ലേ? ആർക്കും അറിയില്ല നോമ്പുണ്ടോ ഇല്ലേ എന്ന്, ആർക്കും നിർണയിക്കാനോ പറയാനോ ഉറപ്പ് നൽകാനോ. നമ്മുടെ റബ്ബും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധമാണത്. ലോകമാന്യത കടന്നു വരാൻ സാധ്യതയില്ലാത്ത കർമ്മമാണ്. നമസ്കരിക്കുമ്പോൾ ഒരാൾ കാണും, സക്കാത്ത് കൊടുക്കുകയാണെങ്കിലും കൊടുക്കപ്പെട്ട വ്യക്തിയെങ്കിലും അറിയും. ഹജ്ജ് ഉംറയും ചെയ്യുകയാണെങ്കിലും ഒരാളും കാണാതെ അറിയാതെ ചെയ്യാൻ കഴിയില്ല. എങ്കിൽ സഹോദരങ്ങളെ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരാളും അറിയാൻ നമുക്ക് എടുക്കാൻ കഴിയും. ഒരാളും അറിയില്ല നമ്മുടെ മനസ്സിൻ്റെ തേട്ടം. അതുകൊണ്ട് ആ നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇതാർക്കാ കിട്ടുക? വൈകുന്നേരം ഇങ്ങനെ വായിച്ചു നോക്കി ഓഫീസിൽ നിന്ന് പോയി ഒരു 20 മിനിറ്റ് ഉണ്ട്, ഞാൻ 20 മിനിറ്റ് എന്താ തീരാത്തത് എന്ന് വിചാരിക്കുന്നവർക്കല്ല. മറിച്ചോ അതിനാസ്വാദനത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നോമ്പുകാരൻ അനുഭവിക്കുന്ന അവൻ്റെ വായുടെ ആ പകർച്ചയുടെ മണമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരാസ്വാദനമാണ് നമുക്ക്. ആ ക്ഷീണവും ആ തളർച്ചയും ആ കുടച്ചിലും ആ ചൂടേറിയ പകലും ദൈർഘ്യമുള്ള രാത്രികളും ദീർഘമായ നമസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആസ്വാദനമായി കണ്ടാൽ ആ ആസ്വദിച്ച ആളുകൾക്കാണ് 2 സന്തോഷമുള്ളത്. അതിലൊന്നെന്താ? നോമ്പ് പൂർത്തീകരിക്കുമ്പോഴുള്ള സന്തോഷം. രണ്ടാമത്തത് ഹീന യൽകാ റബ്ബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് എന്ന് പഠിപ്പിച്ചു. സ്വർഗക്കാരെയെല്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് നരകക്കാരെയെല്ലാം നരകത്തിൽ പ്രവേശിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ ആളുകളോട് ചോദിക്കുന്ന ചോദ്യമാണ്, തുരീദൂന ശൈഅൻ നസീദുക്കും, നിങ്ങൾക്ക് അധികമായി വല്ലതും വേണ്ടതുണ്ടോ? അവർ പറയും, സുബ്ഹാനല്ലാഹ്, അലം തുബയ്യിദ് വുജൂഹന വതുദ്ഖിൽന അൽ ജന്ന വതുനജ്ജിന മിനൻ നാർ. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശപൂരിതമാക്കിയില്ലേ, കത്തിയാളുന്ന നരകത്തുനിന്ന് രക്ഷപ്പെടുത്തിയില്ലേ, ഈ പ്രവിശാലമായ സുന്ദരമായ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ലേ, ഈ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഫയുർഫഉൽ ഹിജാബ്, മറകൾ ഉയർത്തപ്പെടുകയാണ്. ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ കാണാതിരിക്കാനുള്ള 4 മറകളുണ്ട് എന്നാണ്. ആ 4 മറകളും ഉയർത്തപ്പെടുമ്പോൾ വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ, തന്റെ രക്ഷിതാവിനെ കണ്ടുകൊണ്ട് സന്തോഷ നിർവൃതി അണിയുന്ന ചില മുഖങ്ങൾ നാളെ സ്വർഗത്തിലുണ്ട് എന്നാണ്. പ്രകാശിക്കുന്ന ചില മുഖങ്ങൾ, സൃഷ്ടിച്ചു പരിപാലിച്ചു പോറ്റി വളർത്തിയ റബ്ബിനെ അവന്റെ കണ്ണുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ മറ്റുള്ള സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി അതവർ മനസ്സിലാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നോമ്പിലൂടെ ലക്ഷ്യം വെക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ശാരീരികമായ എന്തെങ്കിലും ഒരു നേട്ടമല്ല. ഇനി ലേഖനങ്ങൾ വരും, മെസ്സേജുകൾ വരും, വാർത്തകൾ വരും, ഡോക്ടർമാർ വരും, അതേപോലെ തന്നെ സയൻസിന്റെ ആളുകൾ വരും. അവരൊക്കെ അങ്ങനെ പറയും, 1 മാസത്തെ റമളാൻ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഇന്നന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ കണ്ണുകൾ, അവയവങ്ങൾ, ഓർഗൻസുകൾ, ഇതെല്ലാം ഇന്നന്ന മാറ്റങ്ങൾ ഉണ്ടാകും, അതൊന്നും നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മാറ്റം അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലാണ്. എന്താ നോമ്പിന്റെ ലക്ഷ്യം? തഖ്വയാണ്. എന്തിനാ തഖ്വ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ളതാണ് അല്ലേ? ആ സ്വർഗത്തിലേക്ക് ആരെയാ സ്വാഗതം ചെയ്യുക? വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. തഖ്വയുള്ള ആളുകളെയാണ് ആ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി സ്വാഗതം ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ തഖ്വയുണ്ടാകാൻ, ആ തഖ്വയിലൂടെ സ്വർഗം നേടിയെടുക്കാൻ നോമ്പ് എന്ന് പറയുന്ന കർമ്മത്തെ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ എടുക്കാനും നോറ്റുപൂട്ടാനും അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട റമളാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ആ റമളാനിൽ പ്രത്യേകം ഖുർആനുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാകണം.
നമ്മളിപ്പോൾ തന്നെ പ്ലാൻ ചെയ്യണം. ഇനി ഇങ്ങനെ വാട്സപ്പിലും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ മെസ്സേജ് വരും. നിങ്ങൾ ളുഹറിൻ്റെ മുന്നേ ഓതിയാൽ, അസറിൻ്റെ മുന്നേ ഓതിയാൽ, അസറിന് ശേഷം ഓതിയാൽ, അത് 4 പേജ് 10 പേജ് എന്നൊക്കെ പറഞ്ഞ് ഓതിയാൽ 2 തവണ 3 തവണ 4 തവണ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വരും. നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷെ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞാൽ അല്ലേ ആ പ്ലാനിങ് ഒക്കെ തെറ്റി ചില ആളുകൾ പിന്നെ അവസാനത്തെ ആ കുൽ ഔദു റബ്ബിന്നാസും പിന്നെ സൂറത്തുൽ ഇഖ്ലാസൊക്കെ ഓതിയിട്ട് പിന്നെ അങ്ങനെ ഇരിക്കും. എന്തേ? ഓതിയ എത്തൂല. ഇതെന്താ ഓതി എത്താത്തത്? ഒരു 20 പേജ് ഓതാൻ എടുത്തിട്ട് പിന്നെ 5 പേജ് ഓതിക്കഴിഞ്ഞാൽ പിന്നെ മറിച്ചു നോക്കുകയാണ്. ഇനി എത്ര ഉണ്ട് ഓതാൻ? പിന്നെ അവിടെ വെച്ചു. അപ്പോൾ അടുത്തതിൽ പിന്നെ 35ആയി. ഇപ്പോഴത്തെ 20ഉം മുന്നത്തെ 15ഉം അല്ലേ? പിന്നെ വീണ്ടും ഇങ്ങനെ കൂടി. ഇതിൻ്റെ കാരണം നമ്മൾ പരിശോധിച്ചാൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം നമ്മളെ ഹൃദയത്തിൽ കൊത്തിവെച്ചാൽ മതി. അദ്ദേഹം പറയാൻ, വല്ലാഹി ലൗ തഹറത് ഖുലൂബുക്കും മാ ശബിഅതു മിൻ കലാമി റബ്ബിക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ മതി വരില്ല എന്നാണ്. ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആനിൽ മതി വരില്ല. അപ്പോൾ നമ്മൾ ഓതാനെടുത്താൽ നമുക്കെന്തേ മടി വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്തൊക്കെയോ കറകൾ കൂടിയിട്ടുണ്ട്. ഖത്താദ റഹിമഹുള്ളയെ കുറിച്ച് പറയാണ്, ഐ കുല്ല സബഇ ലയാലിൻ യഖറഉൽ ഖുർആന മറത്തൻ വഇദാ ജാഅ റമളാന ഖതമ ഫീ കുല്ലി സലാസ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഖത്താദ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പരിശുദ്ധ റമളാനിൽ എത്രത്തോളം ഖുർആൻ ഓതി തീർത്തു എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 7 രാവുകൾ കൊണ്ട് അദ്ദേഹം ഓതി തീർക്കുമായിരുന്നു. 7 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കും. അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയാണ്, അവസാനത്തെ ദിവസങ്ങൾ വന്നാൽ 3 ദിവസം കൊണ്ട് അദ്ദേഹം ഓതി തീർക്കാറുണ്ടായിരുന്നു. ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അവരെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധ റമളാനിൽ അവർ നമസ്കാരങ്ങൾക്ക് പുറമെ 60 തവണ വിശുദ്ധ ഖുർആൻ ഓതി തീർക്കും. നമസ്കാരത്തിലെ ഓത്ത് വേറെ, അതിന് പുറമെ 60 തവണ ഖുർആൻ ഓതി തീർക്കും. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 തവണ ഖുർആൻ ഓതി തീർക്കാറുണ്ടായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കുക. സംസാരിക്കണം, ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കണം. നമ്മൾ റമളാനിൽ ആകെ ചെയ്യണം 2 തവണയോ, ഇവർ ഒരു ദിവസം 2 തവണ. കാരണം എന്തേ? അവരതിൽ മുഴുകിയിരിക്കും. ഇമാം സുഹരി റഹിമഹുല്ല പറയാൻ, ഇത് തീർച്ചയായും ഖുർആനിന്റെ മാസമാണ്, ഇത് പാരായണത്തിന്റെ മാസമാണ്, ഭക്ഷിപ്പിക്കലിന്റെ മാസമാണ്. പാവപ്പെട്ടവരെ നമ്മൾ കണ്ടുകൂടാ. റമളാൻ വന്ന അവരൊക്കെ നമ്മൾ തള്ളും, പറ്റൂല. അവർക്കുള്ള കിറ്റുകൾ, സംവിധാനങ്ങൾ, അവർക്കുള്ള സഹായങ്ങൾ, നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ, ഇതൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ പിന്നെ സെയ്ദുൽ യാമി റഹിമഹുള്ളയെ കുറിച്ച് പറയാണ്, അദ്ദേഹം മുസ്ഹഫുകൾ കൊണ്ടുവന്ന് എന്തിരുന്നു തൻ്റെ അനുയായികളുടെ കയ്യിൽ കൊടുക്കുന്നതാണ്. പള്ളിയിൽ പോയി ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള അങ്ങാടിയിൽ മനുഷ്യന്മാരിയ്ക്കുകയാണെങ്കിൽ മുസ്ഹഫ് കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആളുകളോട് ഓതാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ഖുർആനുമായി അടുക്കേണ്ട ഒരു മാസമാണ്. നമ്മുടെ കയ്യിലെല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, എവിടുന്ന് ഓതാലോ അല്ലേ? സഹോദരിമാർ ചിന്തിച്ചു നോക്കി, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റമളാനിലെ ദിവസങ്ങളെ കുറിച്ച് പറയുന്നത്, പ്രഭാത സമയത്ത് മുസ്ഹഫിൽ നിന്ന് ഓതുകയും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അല്പം ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. പ്രഭാത സമയം മുഴുവൻ അധികവും മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആനിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ പൂർവികരെ നമ്മൾ പരിശോധിച്ചാൽ 3 ദിവസം കൊണ്ട് തീർത്തവർ, 1 ദിവസം കൊണ്ട് തീർത്തവർ, 7 ദിവസം കൊണ്ട് തീർത്തവർ, 10 ദിവസം കൊണ്ട് തീർത്തവർ. ഇങ്ങനെയാണെങ്കിൽ സഹോദരങ്ങൾ, നമ്മൾ 30 ദിവസം കൊണ്ട് എന്താ തീർക്കണത്? ആഗ്രഹം ഉണ്ടാകണം, നമുക്ക് ഒരു നിയ്യത്ത് ഉണ്ടാകണം. ഈ റമളാനിൽ ഒരു 3 തവണയെങ്കിലും ഓതി തീർക്കുമെന്ന് നിയ്യത്ത് ഇപ്പുണ്ടെങ്കിൽ ഈ സഹോദരങ്ങളെ റമളാനിലേക്ക് നമ്മൾ എത്തിയില്ല വിചാരിക്കുക, അതിൻ്റെ മുന്നേ മരിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ ഈ റമളാനിൽ 3 തവണ ഖുർആൻ ഓതിയവൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. നമ്മുടെ മനസ്സാണ് പ്രധാനം അല്ലേ? നമ്മുടെ നിയ്യത്താണ് പ്രധാനം. അതുകൊണ്ട് നന്മകൾക്ക് നമുക്ക് നിയ്യത്തുണ്ടാകണം. ഇതേപോലെ തന്നെ പ്രാർത്ഥനകളും ദിക്റുകളും. നോമ്പുകാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കാറുണ്ടോ? എന്തെല്ലാം റബ്ബിനോട് നമുക്ക് പറയാനുണ്ട്, എന്തെല്ലാം റബ്ബിനോട് നമുക്ക് ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ച് രാത്രിയുടെ അവസാനത്തെ സമയമെന്ന് പറഞ്ഞാൽ യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഅ ദുനിയ, 1-ാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വന്ന് നമ്മോട് ചോദിക്കാൻ ആരുണ്ട്? അല്ലാഹു ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയം ഉണ്ടാകണം, ദിക്റുകൾക്ക് നമുക്ക് സമയം ഉണ്ടാകണം.
അത് ഏതെങ്കിലും ഒരു കാർഡിൽ പതിച്ചു വന്ന ദിക്റല്ല നമ്മൾ ചൊല്ലേണ്ടത്. 1-ാമത്തെ പത്തിൽ, 2-ാമത്തെ പത്തിൽ, 3-ാമത്തെ പത്തിൽ. ഇനി വല്ല കടയുടെ ഷോപ്പിൻ്റെ ഒക്കെ പരസ്യത്തിൻ്റെ കാർഡിൻ്റെ പിന്നിൽ കാണാം 1-ാമത്തെ പത്തിൽ ഇന്ന പ്രാർത്ഥന, 2-ാമത്തെ പത്തിൽ ഇന്ന പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാലോ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ആളുകളോട് പ്രത്യേകം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നത്. അതെപ്പോഴും ചൊല്ലാം. എന്നാൽ പ്രത്യേകം അത് നമുക്ക് അവസാനത്തെ 10ലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ റമളാൻ നടക്കേണ്ട തൗബയും ഇസ്തിഗ്ഫാറാണ്. അതിപ്പോൾ തന്നെ നടക്കണം. മുൻഗാമികൾ പറഞ്ഞ വാചകം എന്താ പറയുക? തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ. പരിശുദ്ധ റമളാനിൻ്റെ മുന്നേ ഹൃദയം ശുദ്ധീകരിച്ചവന് മംഗളമുണ്ട്. നമ്മൾ വീട് പെയിൻ്റ് അടിക്കുകയാണ് വിചാരിക്കുക. വീട് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ മുന്നേ ആ പഴയ പെയിൻ്റ് ഒന്ന് നമ്മൾ ഒരതിക്കളയും അല്ലേ? ആ ചുമരിൽ എന്തെങ്കിലും ഒരു ഓട്ടയോ ദ്വാരങ്ങളോ അതിന് മുഴച്ചോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചുരണ്ടിക്കളഞ്ഞിട്ടാണ് പുതിയ പെയിൻ്റ് അടിക്കുക. കാരണം എന്താ? ആ പഴയത് അവിടെ നിൽക്കുകയാണെങ്കിൽ പുതിയതിന് മോടി അത് കുറയും. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ റമളാൻ്റെ എല്ലാ നന്മകളെയും കൊണ്ടുവരുമ്പോൾ ഓൾറെഡി അവിടെ കുറേ തിന്മകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വരുന്ന നന്മകളുടെ മൂടി കുറയും. അതിന് പിന്നെ മഹത്വം ഉണ്ടാവില്ല, നമ്മൾ വില കാണൂല. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൻ്റെ മുന്നേ നമ്മൾ കഴുകേണ്ടത് നമ്മളെ വീടല്ല, പള്ളിയിലെ കാർപ്പറ്റല്ല. നമ്മൾ കഴുകേണ്ടത് നമ്മുടെ ഹൃദയമാണ്. തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ. റമളാൻ്റെ മുന്നേ ഹൃദയം ശുദ്ധീകരിച്ചവന് മംഗളമുണ്ട്, ആശംസകളുണ്ട് എന്നാണ്. എങ്ങനെ കഴുകും? ഹിജറയുടെ 9 അങ്ങനെ കഴുകിയൊരു വ്യക്തിയുണ്ട്. ആരാണത്? മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അസ്ലം ഗോത്രത്തിൽപ്പെട്ട പ്രമുഖനായ സ്വഹാബിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹം വന്നു. ഈ ചരിത്രം മാത്രം മതി സഹോദരങ്ങളെ നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് നമ്മൾ മടക്കാൻ. മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അസ്ലം ഗോത്രത്തിൽപ്പെട്ട പ്രമുഖനായ സ്വഹാബിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിർനി, അല്ലാഹുവിൻ്റെ റസൂലെ എന്നെ ശുദ്ധീകരിക്കണം. എന്തിനാ റമളാൻ? ശുദ്ധീകരിക്കാൻ. മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈഹക്, മായിസ് നിനക്ക് നാശം, ഇർജി, നീ മടങ്ങിപ്പോയിക്കോ, ഫസ്തഗ്ഫിരില്ലാ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിക്കോ, വതുബ് ഇലൈ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു കൊണ്ട് പോയിക്കോ മായിസേ. എന്താണ് എന്ന് റസൂലുള്ളാഹി ചോദിച്ചില്ല. മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഫറജഅ ഗൈറ ബഈദ്, വിദൂരമല്ലാത്ത കുറച്ചകലേക്ക് അദ്ദേഹം മാറി വീണ്ടും വന്നു. സുമ്മജ, വീണ്ടും വന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ത്വഹിർനി യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, വൈഹക്, മായിസ് നാശാണ്, ഇർജി, മടങ്ങിപ്പോയിക്ക, വസ്തഗ്ഫിരില്ലാ വതുബ് ഇലൈ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് പോയിക്ക മായിസ്, അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു കൊടുത്തു. മായിസ് റളിയല്ലാഹു അൻഹു വീണ്ടും കുറച്ചു പോയി, വീണ്ടും വന്നു, വീണ്ടും പറഞ്ഞു, റസൂലേ എന്നെ ശുദ്ധീകരിക്കണം. വീണ്ടും തിരിച്ചയച്ചു. 4ാമതും വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, ഫീമാ ഉതഹിറുക യാ മായിസ്, മായിസേ എന്തിൽ നിന്നാണ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, മിനസിന, അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, ആ വ്യഭിചാരത്തിൽ നിന്നാണ് എന്നെ ശുദ്ധീകരിക്കേണ്ടത്. പ്രവാചകൻ ചോദിക്കാണ്, അബിഹിൽ മജ്നൂൻ, ഇദ്ദേഹം ഭ്രാന്തനാണോ? ബോധമില്ലാതെ പറയുന്ന വർത്തമാനമാണോ? അശരിബൽ ഖംർ, അദ്ദേഹം കള്ളു കുടിച്ചിട്ടുണ്ടോ? കള്ളു കുടിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ പറയുന്ന വർത്തമാനമാണോ, അതല്ല ഭ്രാന്താണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. സ്വഹാബത്ത് അദ്ദേഹത്തിന്റെ ചുറ്റും നടന്നു, മായിസിനെ പരിശോധിച്ചു. അവർ പറഞ്ഞു, റസൂലേ മദ്യത്തിന്റെ യാതൊരു ഗന്ധവുമില്ല, അദ്ദേഹം ഭ്രാന്തനല്ല, നല്ല ബോധത്തോടു കൂടി തന്നെയാണ് മായിസ് അങ്ങക്ക് മുന്നിൽ വന്ന് ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, അസനൈത, മായിസ നീ വ്യഭിചരിച്ചോ? നീ ചുംബിക്കാനേ സാധ്യതയുള്ളൂ, അതുകൊണ്ട് നീ തിരിച്ചു പോയിക്കോ എന്നാണ്. മായിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല റസൂലേ വ്യഭിചരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബത്തെ മായിസിന് വേണ്ടി നിങ്ങളൊരു കുഴി കുടിക്കുക.
സ്വഹാബത്ത് കുഴി കുടിച്ചു. മായിസ് റളിയല്ലാഹു അതിലേക്ക് ഇറങ്ങി നിന്നു. ചുറ്റും കൂടിയ സ്വഹാബത്ത് മായിസ് റളിയല്ലാഹുവിനെ കല്ലെറിഞ്ഞ് ഇസ്ലാമിലെ വ്യഭിചാരത്തിൻ്റെ ആദ്യത്തെ ശിക്ഷ അവിടെ നടപ്പിലാക്കി. മായിസ് റളിയല്ലാഹുവിനെ ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം ജനങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗമായ ആളുകൾ സംസാരിക്കാൻ. ഒരു വിഭാഗത്തിൻ്റെ സംസാരം മായിസിൻ്റെ തൗബയെക്കുറിച്ചാണ്. എത്ര നല്ല തൗബയാണ് മായിസ് നടത്തിയത്. മറുഭാഗം പറഞ്ഞു, മായിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പള്ളിയിൽ വരുന്ന ആളാണ്, ജിഹാദിന് വരുന്ന ആളാണ്, നന്മയിലുള്ള വ്യക്തിയാണ്, എന്നിട്ടും അവൻ ഈ തെറ്റ് ചെയ്തില്ലേ, വ്യഭിചരിച്ചില്ലേ എന്ന് പറഞ്ഞ് മായിസിന്റെ തിന്മകളെ ഉയർത്തിക്കാട്ടി പറയാൻ തുടങ്ങി. ഇത് രണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാതുകളിലേക്ക് എത്തിയപ്പോൾ ഒരു ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് നേരെ തിരിഞ്ഞിരുന്ന് റസൂലുള്ളാഹി ചോദിക്കാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിങ്ങളുടെ സഹോദരൻ മായിസിനെ? നിങ്ങൾ മറന്നോ നിങ്ങളുടെ മായിസിനെ? ഇസ്തഗ്ഫിറൂ ലിമായിസ് ഇബ്നു മാലിക്, അല്ലാഹുവേ മായിസ് ഇബ്നു മാലിക്കിന് നീ പുറത്തു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം ആമീൻ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാചകമാണ്, ലഖദ് താബ തൗബതൻ, ആ മായിസ് ഒരു തൗബ നടത്തിയിട്ടുണ്ട്. ലൗ ഖുസിമതു ബൈന ഉമ്മത്തിൻ ലവസിഅതുഹും, എൻ്റെ ഉമ്മത്തിനു മുഴുവൻ വീതിച്ചു കൊടുത്താലും ബാക്കിയാകുന്ന തൗബയാണ് മായിസ് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ തൗബയുടെ മഹത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ ദിവസം വിശദീകരിച്ചു. സ്വഹാബത്തിന് മനസ്സിലായി, ഞങ്ങൾ മായിസിനെ മോശമാക്കിയല്ല പറയേണ്ടത്, മായിസിന്റെ തൗബയെക്കുറിച്ചാണ് പറയേണ്ടത്. കുറച്ച് ദിവസം കഴിഞ്ഞു. ഗാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ശരീരം മൊത്തം മറച്ച്, മുഖം മറച്ച്, കറുത്ത വസ്ത്രം ധരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വന്നു. ആ പെണ്ണിൻ്റെയും ആവശ്യം എന്നെയും ശുദ്ധീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈഹക്കി ഇർജിഇ വസ്തഗ്ഫിരി വതൂബി ഇലൈ, പെണ്ണ് നീ മടങ്ങിപ്പോയിക്കോ, നിനക്കതാണ് നല്ലത്. ആ പെണ്ണ് ചോദിക്കാൻ, റസൂലേ മായിസ് അല്പമൊന്ന് പിറകിലേക്ക് പോയല്ലോ, മായിസിനോടും നിങ്ങൾ ഈ വാക്ക് പറഞ്ഞപ്പോ മായിസ് അല്പം പിറകിലേക്ക് നിന്നല്ലോ, ഞാൻ അങ്ങനെ പോകുമെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? എങ്കിൽ അങ്ങനെ വിചാരിക്കണ്ട, ഞാൻ അങ്ങനെ മടങ്ങി പോവുകയില്ല. വ്യഭിചാരത്തിൻ്റെ അടയാളവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ ഗർഭിണിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിച്ചു. ആ പെണ്ണിനോട് പറഞ്ഞു, നീയാണ് തെറ്റ് ചെയ്തത്, ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിന്റെ പ്രസവം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം നീട്ടിക്കൊടുത്തു. പിന്നീട് വരുമ്പോൾ ചരിത്രത്തിൽ കാണാം, വെള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ കയ്യിൽ പിടിച്ചൊരു സാധനവുമായ പെണ്ണ് വരാൻ, പ്രസവം കഴിഞ്ഞിരിക്കാൻ. അത് പ്രവാചകന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, റസൂലേ താങ്കൾ പറഞ്ഞ അവധി എത്തിയിട്ടുണ്ട്, ഇനിയെങ്കിലും ആ ശിക്ഷയൊന്ന് നടപ്പിലാക്കണം. എന്താ ശിക്ഷ എന്ന് പറഞ്ഞാൽ കല്ലുകൾ ഏറ്റുവാങ്ങി രക്തം വാർന്നൊലിച്ചു മരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മെപ്പോലെ രക്തമുള്ള, മജ്ജയുള്ള, മാംസമുള്ള, വേദനയുള്ള, സങ്കടവും സന്താപവും വരുന്ന പച്ചയായ മനുഷ്യർ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിൻ്റെ ആ മനസ്സിൻ്റെ തേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ തെറ്റുമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ഇതിനേക്കാൾ ഭീകരമാണ് അന്നത്തെ ദിവസത്തെ ശിക്ഷ എന്ന് മനസ്സിൽ നല്ല കാഴ്ചകളോടുകൂടി, മൂർച്ചയേറിയ ചിന്തയോടുകൂടി മുന്നോട്ട് പോയതുകൊണ്ടാണ്. റസൂലുള്ളാഹി നോക്കിയപ്പോൾ ചോരപ്പാട് പോലും വെറ്റിയിട്ടില്ലാത്ത ഒരു ചെറിയ കുട്ടി, ഓമനത്വമുള്ളൊരു ചെറിയ പിഞ്ചു പൈതൽ. റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണേ ഞാനിപ്പോൾ ശിക്ഷ നടപ്പിലാക്കിയാൽ ഈ കുട്ടി പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? അതുകൊണ്ട് ഈ കുട്ടി ഒന്ന് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങട്ടെ, അല്ലെങ്കിൽ മുലകുടി പ്രായമൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ആ പെണ്ണിനെ തിരിച്ചയച്ചു. നിറ കണ്ണുകളോടുകൂടി ആ പെണ്ണ് യാത്ര പോകാൻ, തിരിച്ചു പോകാൻ, വേണമെങ്കിൽ നാട് വിടാം, ആ കുട്ടിയുമായി സ്വസ്ഥമായി സ്വൈര്യമായി എവിടെങ്കിലും പോയി ജീവിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ആളെ വിട്ടിട്ടില്ല. വ്യഭിചരിച്ച പെണ്ണാണ്, ശിക്ഷ വിധിച്ച പെണ്ണാണ്, നാട് വിടാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീടും പ്രവാചകന്റെ മുന്നിലേക്ക് വരുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ടുണ്ട്. എന്തിനാ? അള്ളാഹുവിൻ്റെ പ്രവാചകന് മനസ്സിലാകണം, എൻ്റെ കുട്ടി സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആ കാരണം പറഞ്ഞൊരിക്കലും എന്നെ തിരിച്ചയക്കരുത് എന്നാണ്. നോക്കണേ, റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വന്നിട്ട് ആ കുട്ടിയെ നിർത്താൻ
ഒരു റൊട്ടി ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹിനോട് പറയാം, റസൂൽ നോക്ക്, ഇതാ എൻ്റെ കുട്ടി ഇതാ ഭക്ഷണം കഴിക്കുന്നു, ഇനിയെങ്കിലും ശിക്ഷ നടപ്പിലാക്കണം. റസൂലുള്ളാഹി നോക്കുമ്പോൾ കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വഹാബത്തിനോട് ആ കുട്ടി ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു. സ്വഹാബത്ത് ആ കുട്ടിയെ ഏറ്റെടുത്തു. മറ്റൊരു കുഴി കുടിക്കാൻ വേണ്ടി പറഞ്ഞു. സ്വഹാബത്ത് കുഴി കുടിച്ചു. ആ പെണ്ണ് അതിലേക്ക് ഇറങ്ങി നിന്നു. ചുറ്റും കൂടിയ സ്വഹാബത്ത് കല്ലെറിഞ്ഞു. ആ ശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രത്തിലേക്കോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്കോ രക്തം തെറിച്ചു. ആ ദേഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു വ്യഭിചാരി പെണ്ണിൻ്റെ രക്തമാണല്ലോ എൻ്റെ ശരീരത്തിലായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ ശബ്ദമുയർത്തി പറഞ്ഞു, ഖാലിദേ, ആ പെണ്ണിനെ കുറിച്ച് ഒരാളും ഒരു വാക്കും പറഞ്ഞു പോകരുത്, സംസാരിച്ചു പോകരുത്. നിങ്ങളുടെ തോബയും ആ പെണ്ണിന്റെ തോബയും ഒരു തുലാസിൽ വെച്ചാൽ കനം തൂങ്ങുന്നത് ആ പെണ്ണിന്റെ തോബയായിരിക്കും. അതുകൊണ്ട് ആരും ആ പെണ്ണിനെ കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞു പോകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷ കഴിഞ്ഞ ഉടനെ പറയാണ്, ആ പെണ്ണിന്റെ ജനാസ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്യണം. സഹാബികൾ അതുപോലെ ചെയ്തു കൊടുത്തു. നോക്കൂ നിങ്ങൾ, കഫൻ ചെയ്ത് കൊണ്ടുവന്ന് കിടത്തിയ ആ മയ്യത്തിൻ്റെ മുന്നിലേക്ക് നേരെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമസ്കരിക്കണം. ഏതാ മയ്യത്ത്? ഒരു വ്യഭിചാരി പെണ്ണിൻ്റെ മയ്യത്ത്. ആരാ നമസ്കരിക്കുന്നത്? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് അന്തം വിട്ട് നോക്കാൻ. ഇതാണ് തൗബ എന്ന് പറഞ്ഞാൽ, ഇതാണ് മടക്കെന്ന് പറഞ്ഞാൽ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വഹാബത്തും യാത്ര പോകാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ രണ്ട് ശിക്ഷ നടപ്പിലാക്കിയതിലും വല്ലാത്തൊരു വേദനയുണ്ട് മനസ്സിൽ. അങ്ങനെ റസൂലുള്ളാഹി ഇങ്ങനെ യാത്ര പോകുമ്പോൾ പ്രവാചകന്റെ വാഹനത്തിൻ്റെ പുറകിലുള്ള രണ്ട് വ്യക്തികൾ, മറ്റു വാഹനത്തിലുള്ള വ്യക്തികൾ ഇങ്ങനെ പറയാണ്, എന്താ മായിസിൻ്റെ അവസ്ഥ? അവരപ്പോഴും വിട്ടിട്ടില്ല. നമ്മൾ തെരുവ് മൃഗത്തെ എറിഞ്ഞു കൊല്ലും പോലെയാണല്ലോ മായിസിനെ നമ്മൾ കൊന്നത് എന്ന് പറയാൻ. എന്താ പെണ്ണിൻ്റെ അവസ്ഥ എന്നാണ് ചർച്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രാമധ്യേ തൻ്റെ വാഹനം നിർത്തി. എന്നിട്ട് ചോദിച്ചു, എൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ മറുവാഹനത്തിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ എവിടെയാണ്? അവർ മുന്നിലേക്ക് വന്നു. റസൂൽ, എന്താണ് കാര്യം? ഇതാ ഈ വഴിയരികിൽ ചത്തുകിടക്കുന്ന ഒരു കഴുതയുണ്ടല്ലോ, ആ കഴുതയുടെ മാംസം നിങ്ങൾ കഴിച്ചോളൂ എന്നാണ്. സ്വഹാബത്ത് ആ മനുഷ്യനും പറയാണ്, റസൂലേ, ഞങ്ങൾ കഴുതയെ തന്നെ കഴിക്കാറില്ല, എന്നിട്ടാണോ ചത്തുകിടക്കുന്ന ഈ കഴുതയുടെ മാംസം? റസൂലുള്ളാഹി പറയണമെങ്കിൽ നിങ്ങൾ മായിസിനെക്കുറിച്ചും ആ പെണ്ണിനെക്കുറിച്ചും പറഞ്ഞ വാക്ക്, അതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഈ ചത്തുകിടക്കുന്ന കഴുതയുടെ ഈ മാംസം കഴിക്കലായിരുന്നു എന്നാണ്. മായിസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ച വ്യക്തിയെ റസൂലുള്ളാഹി തിരിച്ചറിഞ്ഞു. ആ വ്യക്തിയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിക്കാണ്, നിങ്ങൾ എന്തിനാ മായിസിനെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്? ഒരു പുതപ്പ് കൊണ്ട് എവിടെങ്കിലും ഒന്ന് മൂടി മായിസിനെ നിനക്ക് ഒളിപ്പിക്കാമായിരുന്നില്ലേ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരുണ്യം കൊണ്ട്, സ്വഹാബത്തിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ച കാര്യങ്ങളാണത്. ഞാൻ പറഞ്ഞു വരുന്ന സഹോദരങ്ങൾ, ഈ ചരിത്രം നമ്മുടെ മുന്നിൽ വെക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എത്ര പാപങ്ങളുണ്ടെങ്കിലും, അത് മല പോലെയുണ്ടെങ്കിലും, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ നീട്ടിയാൽ, അല്ലാഹുവിലേക്ക് നമ്മൾ കരഞ്ഞാൽ, അല്ലാഹുവിലേക്ക് മനസ്സു മടക്കിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരുമെന്നതിൻ്റെ എത്ര ഉദാഹരണങ്ങൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകമുണ്ട്, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദി, അടിമകളുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കാം. അല്ലാഹു ഏറ്റെടുത്തതാണ്. വയഅഫു അനി സയ്യിആത്ത്, അവൻ്റെ തിന്മകളെ ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം. വയഅലമു മാ തഫ്അലൂൻ, അവൻ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞതാണ്. എന്നോട് പറയാൻ പേടി വേണ്ട, എന്നോട് പറയാൻ ഭയം വേണ്ട, ആരും മനസ്സു വറക്കണ്ട. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്ന് പ്രിയപ്പെട്ടവരെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ, കണ്ണൊന്ന് കരഞ്ഞാൽ, മനസ്സിലൊരു
ഖേദമുണ്ടായാൽ അന്നദമു തൗബത്തുൻ, മനസ്സ് ഖേദിക്കൽ തന്നെ തൗബയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു, തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്ന മനുഷ്യർ തെറ്റുകളില്ലാത്തവരെ പോലെയാണ്, ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഈ റമളാന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ രാത്രി ആരോരും അറിയാതെ, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, മക്കളറിയാതെ, കുടുംബം അറിയാതെ ഇതാ ഒറ്റയ്ക്കിരുന്ന് റബ്ബിന്റെ മുന്നിൽ ഒന്ന് കരഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഐനാനി ലാ തമസ്സുഹുമുൻ നാർ, രണ്ട് കണ്ണുകൾ നാളെ നരകം സ്പർശിക്കുകയില്ല. ഐനുൻ ബക്കത്തു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ ആളുകൾ. അതുകൊണ്ട് ഈ റമളാനിൽ നമുക്കൊരു ദിവസം ഉണ്ടാകണം. പണ്ഡിതന്മാർ പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായതും പരസ്യമായതെന്ന് പറയും, ഓക്കെ അല്ലേ, കഴിഞ്ഞതും ചെയ്തു പോയതും എന്നൊക്കെ പറയും. അതിൽ ചേർക്കൊണ്ടൊരു വാചകമുണ്ട്, ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതും. ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതും നമ്മൾ മറന്നിട്ടുണ്ടാവും അല്ലേ, മനുഷ്യരാണ്, നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കലെല്ലാം ഉണ്ട്. എത്ര രഹസ്യമായി നമ്മൾ ചെയ്താണ് എല്ലാം പടച്ചോൻ്റെ അടുക്കൽ അത് രേഖയാണ്. അതുകൊണ്ട് അതുകൂടി നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കൃത്യമായി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇഅ്തികാഫിരിക്കുക എന്നുള്ളത് ഇതെന്താ കഴിയാത്തത്? എന്തേ അവസാനത്തെ 10 നമ്മൾ സ്വന്തം ഭാര്യയുടെ ശരീരത്തിൻ്റെ സുഖം തേടി, ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ സുഖം തേടി, നമ്മൾ വീടിൻ്റെ മെത്തയുടെ സുഖം തേടി പോകുന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഇഅ്തികാഫ് എന്നത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. രാത്രി പോലും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒന്ന് സമയം ചെലവഴിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ ഇനി എന്ന് കഴിയും? എന്ന് കഴിയും നമുക്ക്? എല്ലാവർക്കും ആഗ്രഹമുണ്ട് രാത്രി നമസ്കരിക്കണം. സ്റ്റാറ്റസുകളിൽ, വീഡിയോസുകളിൽ അല്ലേ, ഷോർട്സുകളിൽ, റീൽസുകളിലൊക്കെ രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ വരുമ്പോൾ, അതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ വരുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട് രാത്രി നിസ്കാരം വേണം. പക്ഷെ ജീവിതത്തിൽ അത് നടക്കണില്ല. എന്തുകൊണ്ടാണ്? പ്രയത്നിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങി വെക്കുക. റമളാനിൽ മാത്രമല്ല, തറാവീഹ്, ഖിയാമുൽ ലൈൽ നമുക്കിപ്പോഴും ഉണ്ട്. ഇതിങ്ങനെ തുടങ്ങി വെച്ച് അത് നമ്മളിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് റജബ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിത്തിടാനുള്ള മാസമാണ്. ശഅബാൻ എന്ന് പറഞ്ഞാൽ വിത്ത് നനക്കാനുള്ള മാസമാണ്. വിളകളെ നിങ്ങൾ നല്ലപോലെ നട്ട് നനച്ചുണ്ടാക്കണം. അതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറിച്ചു മാറ്റണം. റമളാൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കൊയ്തെടുക്കണം എന്നാണ് പറഞ്ഞത്. റമളാൻ കൊയ്തെടുപ്പിൻ്റെ മാസമാണ്. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ഖുർആൻ പാരായണം തുടങ്ങി വെക്കണം. അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ തുടങ്ങി വെക്കണം. ദിക്റുകൾ നമ്മൾ ആരംഭിക്കണം. ഇതേപോലെ തന്നെ നമസ്കാരത്തിൽ നമ്മൾ കണിശത പാലിക്കണം. സുന്നത്തായ നോമ്പുകൾ നമ്മൾ എടുത്തു തുടങ്ങണം. ഇതേപോലെ തന്നെയാണ് നമ്മൾ രാത്രി നമസ്കാരവും കൊണ്ടു നടക്കേണ്ട ശീലം ഉണ്ടാകണം. രാത്രി നമസ്കാരത്തിൻ്റെ ആസ്വാദനം എത്ര മുൻഗാമികൾ അനുഭവിച്ച ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ നോക്കി, കയ്യിൽ വന്ന് അമ്പ് തറച്ചു, പുറകിൽ വന്ന് അമ്പ് തറച്ചു. ആ അമ്പ് തറക്കുമ്പോൾ പോലും അദ്ദേഹം നമസ്കരിച്ചു. അബ്ബാദ് ബിൻ ബിഷർ റളിയല്ലാഹു അൻഹു ദാത്തുരിക്കാ യുദ്ധം കഴിഞ്ഞ് വരികയാണ്. അമ്മാർ ബിൻ യാസിർ ഉണ്ട്. അതുപോലെ തന്നെ അബ്ബാദ് ബിൻ ബിഷർ റളിയല്ലാഹുവിനെ പോലെയുള്ള സ്വഹാബത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നത്തെ രാത്രിയുടെ യാത്ര മദീനയിലേക്ക് എത്തില്ല, അതുകൊണ്ട് നമ്മൾ വഴിയിൽ ടെൻറ്റ് കെട്ടി താമസിക്കുകയാണ്. ടെൻറ്റ് കെട്ടി താമസിച്ചു. പരാജയപ്പെട്ട ശത്രുക്കൾ പിന്തുടരുമോ എന്ന പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ 2 ആൾ കാവൽ നിൽക്കണം. 2 മലകൾക്കിടയിലുള്ള ഭാഗത്ത് ഈ 2 ആളുകൾ ഇങ്ങനെ കാവൽ നിന്നു. അവിടെയാണ് രാത്രി മഹാനായ അബ്ബാദ് ബിൻ ബിശർ റളിയല്ലാഹു അൻഹു വുദുവെടുത്ത് നമസ്കരിച്ചത്. കയ്യിൽ അമ്പ് തറക്കുകയാണ്. ശത്രുക്കൾ വന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ പരാജയപ്പെട്ട ശത്രുക്കൾ പിന്തുടർന്നെത്തി അമ്പെയ്തു. അദ്ദേഹം ഒന്നും ശ്രദ്ധിച്ചില്ല കാര്യം. വീണ്ടും അമ്പെയ്തു, പുറകിൽ തറച്ചു. പിന്നെ സുജൂദിന് ഉയരാൻ കഴിയണില്ല. അപ്പോഴാണ് വിളിക്കണത് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ. ഈ സംഭവത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ പറയാണ്, ആ ആസ്വാദനം അത് അന്ന് തീർന്നിട്ടില്ല എന്നാണ്. ആ നമസ്കാരത്തിൻ്റെ ആസ്വാദനം അന്ന് തീർന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ സൂറത്തുൽ കഹ്ഫായിരുന്നു പാരായണം ചെയ്തിരുന്നത്. അത് നിർത്തിയിട്ട് അമ്മാറിനെ വിളിക്കാൻ എനിക്ക് മനസ്സിൽ വെറുപ്പ് തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് എന്നാണ്. ഉലമാക്കൾ വിശദീകരിക്കണ ആ സംഭവം വെച്ചിട്ട് അതിൻ്റെ ആസ്വാദനം അത് തീർന്നിട്ടില്ല. സഹോദരങ്ങളെ, ഖുർആനിൽ ആസ്വാദനമുണ്ട്, നമസ്കാരത്തിൽ ആസ്വാദനമുണ്ട്, ഇബാദത്തുകളിൽ ആസ്വാദനമുണ്ട്.
അമ്രുബിന് സലമ എന്ന് പറയുന്ന 6 വയസ്സുള്ള കുട്ടിയുണ്ട് ചരിത്രത്തിൽ. അമ്രുബിന് സലമ എന്ന 6 വയസ്സുള്ള കുട്ടി ഒരു വഫ്ദായി, ഒരു സംഘമായി പ്രവാചകൻ്റെ അടുക്കിലേക്ക് അവർ വന്ന്, അവരുടെ കുടുംബം ആ ഗോത്രക്കെ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. തിരിച്ചു പോകുകയാണ് നാട്ടിലേക്ക്. നമസ്കാരം പഠിച്ചിട്ടുണ്ട്. ഇനി ആര് ഇമാമ് നിൽക്കും? അമ്രുബിന് സലമ എന്ന് പറയുന്ന 6 വയസ്സുള്ള കുട്ടി പറയാണ്, ഞാൻ ഇമാമ് നിൽക്കാം. എങ്ങനെ കുട്ടി ഖുർആൻ പഠിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ഗോത്രം താമസിച്ചിരുന്നത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള വഴിയിലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ സ്വഹാബത്ത് ഹിജ്റ കച്ചവടത്തിനോ മറ്റുള്ള യാത്രകൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് നമസ്കരിക്കും. അമ്രുബിന് സലമ എന്ന് പറയുന്ന 6 വയസ്സുള്ള കുട്ടി അത് ഒളിഞ്ഞിരുന്ന് കേട്ട ഖുർആൻ പഠിച്ചു. എപ്പോന്നറിയോ? ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുന്നേ ഖുർആൻ പഠിച്ചു. അതുകൊണ്ട് ആ നാട്ടിലേക്ക് ആ സമൂഹം തിരിച്ചെത്തിയിട്ട് നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് തലമുതിർന്ന മനുഷ്യന്മാരുടെ മുന്നിൽ നിൽക്കുന്ന ആരാണ്? 6 വയസ്സുള്ള കുട്ടിയാണ്. ഒരിക്കൽ ആ കുട്ടി റുക്കോയിൽ നിന്നോ സുജൂദിൽ നിന്നോ ഉയർന്നപ്പോൾ ഒറ്റ വസ്ത്രമാണ്, ഔറത്ത് വെളിവായി. അവർക്കിടയിൽ ചർച്ച നടന്നു, ഇനി കുട്ടീനെ ഇമാം നിർത്താൻ പറ്റൂല, ഇമാമിനെ മാറ്റി. അപ്പോൾ വടുക്കിളവിയായ ഒരു സ്ത്രീ വന്നിട്ട് ഈ കുട്ടിക്കൊരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു. ആ ഒരു അവസരത്തിൽ ആ കുട്ടിക്കൊരു വസ്ത്രം കിട്ടിയപ്പോൾ അത് കയ്യിൽ പിടിച്ചിട്ട് ആ കുട്ടി സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടിയിട്ട് പറയാണ്, അടുത്ത നമസ്കാരത്തിന് ഞാനാണ് ഇമാം. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെക്കാൾ ഖുർആൻ പഠിച്ച വ്യക്തി ഞാനാണ് എന്ന് പറഞ്ഞ് നമസ്കരിക്കാനും ഖുർആൻ ഓതാനും അവസരം കിട്ടിയതിൽ അതിന് തടസ്സമായ വസ്ത്രമില്ല എന്ന പരാതി അത് തീർന്നപ്പോൾ സന്തോഷിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര അനുഗ്രഹത്തിലാണ്, എത്ര നമ്മൾ സുഖത്തിലാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. നമ്മുടെ പള്ളികളിൽ എത്ര വലിയ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കപ്പെടുന്നുണ്ട്. രാത്രിയിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരുക്കി കൊടുക്കുന്നു ഭക്ഷണവും സൗകര്യങ്ങളും കാര്യങ്ങളും. അതുകൊണ്ട് കുടുംബസമേതം നമ്മൾ തീരുമാനിക്കണം, രാത്രിയെങ്കിലും ഞാൻ ഉണ്ടാകുമെന്ന് തീരുമാനിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്ന വ്യക്തിയാണ്, ആർക്കും സംശയമില്ല അതിൽ. പക്ഷേ ഒരു റമദാനിൽ പോലും പ്രവാചകൻ സ്വന്തം വീട്ടിൽ അവസാനത്തെ 10 ഉറങ്ങിയതിൻ്റെ ചരിത്രം നമ്മൾ ആരും വായിച്ചിട്ടില്ല, വായിക്കുകയുമില്ല. പ്രവാചകൻ പള്ളിയിലാണ്, പ്രവാചക ഭക്തിമാർ പള്ളിയിലാണ്. അതുകൊണ്ട് നമുക്കിപ്പോഴേ ഒരു തീരുമാനമെടുക്കാൻ കഴിയണമെന്നാണ് ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ റമദാനിൽ അറിവ് നേടാനുള്ള വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഈ ഫോക്കസ് പോലെ നമ്മുടെ ജില്ലയുടെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ 14ഓളം വരുന്ന ഫോക്കസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. റമദാനിന് വ്യത്യസ്തങ്ങളായ തെർബിയ സംഗമങ്ങളും അതുപോലെ തന്നെ റയ്യാൻ പാഠ സംഗമങ്ങളും ഒക്കെ നടക്കുമ്പോൾ അറിവ് നേടാനും അറിവന്വേഷിക്കുവാനുമുള്ള അവസരങ്ങൾ നമ്മൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇതാ ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ അതെനിക്ക് അനുകൂലമായി പരലോകത്ത് സാക്ഷിയാകും എന്ന് ഉറപ്പിക്കാനും, പെരുന്നാളിൻ്റെ സന്തോഷമെന്ന് പറയുമ്പോൾ റമദാനിലെ നോമ്പെടുത്ത് പാപങ്ങൾ പുറത്ത് കിട്ടിയിട്ട് ഒരു പുതിയ മനുഷ്യനായി പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പോലെ തഖബ്ബലല്ലാഹു മിന്ന വമിൻകും എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന പോലും അർത്ഥവത്താകണമെങ്കിൽ നമ്മളതിൽ നന്മകൾ ചെയ്ത് പ്രിയപ്പെട്ടവരെ സമൃദ്ധമാക്കി സന്തോഷത്തോടുകൂടി ക്ലേശങ്ങളില്ലാതെ, പരാതികളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, ക്ഷീണങ്ങളില്ലാതെ, അവശതകളില്ലാതെ ഏറ്റവും നല്ല മനോഹരമായി ആത്മചൈതന്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി പ്രാർത്ഥിച്ച് റബ്ബിൽ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞതും നമ്മൾ കൂട്ടത്തിൽ പലപ്പോഴും കേട്ട കാര്യമാണ് അല്ലേ? ആ പ്രാർത്ഥന എന്താണ്? റമദാൻ വന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനായി അവൻ ശവ്വാലിൽ പ്രവേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്നാണ്. അതിൽ നമ്മൾ പെടാതിരിക്കാൻ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അനുഗ്രഹീതമായ ഈ മാസത്തെ സന്തോഷത്തോടുകൂടി വരവേറ്റ് റസൂലുള്ളാഹി മുറുക്കി കെട്ടി എന്ന് പറഞ്ഞതുപോലെ കുടുംബത്തെ വിളിച്ചുണർത്തി രാത്രികളെ ജീവിപ്പിച്ചു എന്ന ആ പ്രയോഗത്തെ അർത്ഥവത്താക്കുന്ന രൂപത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. ദീർഘായുസ്സോടുകൂടി ജീവിക്കാനും അതിൽ നന്മകൾ ചെയ്യുവാനുള്ള
പിന്നെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൽ ജീവിക്കാനും അതിനെ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.